ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ച നിങ്ങളുമായി സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രവിച്ച വചനഭാഗം പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ബൈബിളുള്ളവരെടുക്കുക. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലകകൾ നീ ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകയിലുണ്ടായിരുന്ന അതേ വാക്കുകൾ ഞാൻ അതിൽ എഴുതാം. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത്. ദൈവമായ കർത്താവ് മോശയോട് ആവശ്യപ്പെടുകയാണ്, ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലകകൾ നീ ചെത്തിയെടുക്കുക. അപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് അങ്ങനെ പറയുമ്പോൾ ആദ്യത്തേതുപോലെയുള്ള കൽപ്പലക ഏതാണ് എന്ന് അവന് വളരെ വ്യക്തമായിട്ടറിയാം. അത് സീനായി മലയുടെ മുകളിൽ വെച്ച് ന്യായപ്രമാണങ്ങൾ 2 കൽപ്പലകകളിൽ ദൈവം എഴുതി കൊടുത്ത് അതുമായി അവൻ താഴ്വരയിലേക്ക് വന്നപ്പോൾ അഹ്റോൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനു മുൻപിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്നത്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് എന്നാണ്. അതിന് നേർ വിപരീതമായ കാര്യമാണ് അവൻ കാണുക. സഹിക്കവയ്യാതെ മോശ ആ കൽപ്പലകകൾ വലിച്ച് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. പിന്നീട് കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ട് ഇടിച്ച് പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽക്കാരെ കുടിപ്പിച്ചിട്ട് മോശ ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കാൻ വിളിക്കപ്പെട്ടവനാണ്. മാറി നിൽക്കണം, പാപത്തിൽ നിന്ന് മാറി നിൽക്കണം, പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ജനക്കൂട്ടത്തിൻ്റെ ശൈലി അനുസരിച്ച് പോയാൽ പോരാ, ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളനുസരിച്ച് ജീവിച്ചാൽ പോരാ. കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ എന്നും മാറി നിൽക്കാനുള്ളവനാണ്. ഇതൊരു തിരിച്ചറിവാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പലതിനോടും പൊരുത്തപ്പെട്ട് പോയതുകൊണ്ടാണ് നമ്മൾ ഈ കുഴപ്പത്തിൽ ചാടിയത്. ഇല്ലെങ്കിൽ ഇത്രയും കുഴപ്പമൊന്നും വരികയില്ലായിരുന്നു. പലരും ചിന്ത അതാണല്ലോ, കുഴപ്പമില്ല, സാരമില്ല, എല്ലാവരും അങ്ങനെയല്ലേ, കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പം കുഴപ്പമായി മാറിയത്. അതുകൊണ്ട് ഒരനുഭവം കണ്ടാലെങ്കിലും പഠിക്കണം. എന്നും അത് തന്നെ തുടരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജനത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി അവർ തിരിച്ചു വരാൻ തയ്യാറായി. കരുണാമയനായ ദൈവം തിരിച്ചു വരുന്നവരോട് എന്നും വലിയ സ്നേഹവും കാരുണ്യവും കാണിക്കും. കാരണം ദൈവം കാരുണ്യവാനാണ്. അങ്ങനെ തിരിച്ചു വന്നവരോട് ദൈവമായ കർത്താവിനുള്ള കാരുണ്യത്തിൻ്റെ പ്രകടനമായിരുന്നു മോശയോട് വീണ്ടും പറഞ്ഞത്, നീ ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലകകൾ ചെത്തിയെടുക്കുക എന്നത്. അവനത് വളരെ കൃത്യമായി ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പ്രത്യേകമായൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇതെന്തിനാ തമ്പുരാൻ അങ്ങനെ പറഞ്ഞത്? സിനായ് മലമുകളിൽ അവൻ്റെ മുൻപിൽ സന്നിഹിതനാകാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ വീട്ടുകാരെയും കൂടെ കൊണ്ടുപോകാൻ പാടില്ലേ? അവൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ പാടില്ലേ?
ഈ ജനനേതാക്കന്മാർ 72 പേരെ നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അവരെയെങ്കിലും കൊണ്ടുപോയി കൂടെ? ഒന്നും വേണ്ട, അഹ്റോനെയെങ്കിലും കൊണ്ടുപോയി കൂടെ? ജോഷുവ ആ കാലത്ത് കൂടെ ഉണ്ടല്ലോ, അവനെ കൊണ്ടുപോകാമായിരുന്നില്ലേ? മോശയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ട ജോഷുവയ്ക്കൊരു പരിശീലനം എന്ന പോലെ ജോഷുവയെങ്കിലും കൊണ്ടുപോകാമായിരുന്നില്ലേ? പക്ഷെ ദൈവമായ കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞു, ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്. ആത്മീയ ജീവിതത്തിലെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒറ്റയ്ക്ക് വേണം പോകാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നത് വളരെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്. അങ്ങനെ പറയാനുള്ള കാരണം, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 4, 5 തിരുവചനം. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 4, 5 വാക്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. ഏതാണ് സ്ഥലം? അത് മോറിയ മലയാണ്. 3-ാം ദിവസം തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ മോറിയ മല കണ്ടു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് സംഭവം. നിങ്ങൾക്കറിയാം, മകനെ ബലി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് രംഗം. അതിൻ്റെ പശ്ചാത്തലം അറിയാവുന്നത് കൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക. എവിടെ നിൽക്കണം? മലയടിവാരത്ത് നിൽക്കണം. ഞാനും മകനും അവിടെ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 5-ാം വാക്യം. ഞാനും മകനും അവിടെ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽക്കുക. അങ്ങനെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം, മോറിയായുടെ മലമുകളിലേക്കുള്ള സഞ്ചാര വഴികളിൽ ഈ വേലക്കാർ കൂടെ കൊണ്ടുപോവുകയായിരുന്നു. സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം, ഈ വേലക്കാർ കൂടെയുണ്ടെങ്കിൽ ഈ പാവം കൊച്ചിനെ കൊണ്ട് വിറക് ചുമപ്പിക്കേണ്ട കേസില്ല. ഇത്രയും നേരം വേലക്കാരാണ് അത് ചുമന്നത്. മലയുടെ അടിവാരത്ത് വന്നപ്പോൾ, ഇനിയാണ് മല കയറ്റം ഉള്ളത്, അവിടെ വന്നപ്പോൾ അവരെ അവിടെ നിർത്തി. എന്നിട്ട് വിറകെടുത്ത് കൊച്ചിൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തു. ഇസഹാക്കിൻ്റെ കത്തിയും വിറകുമൊക്കെ, കത്തിയും തീയും ഒക്കെ അബ്രാഹം എടുത്തു. ഇങ്ങനെ മല കയറുകയാണ്. മല കയറുമ്പോൾ വേലക്കാർ കൂടെയുണ്ടെങ്കിൽ വിറക് ചുമക്കാൻ അവനെ സഹായിച്ചു എന്ന് വരാം. മലമുകളിലെത്തുമ്പോൾ ബലിപീഠമുണ്ടാക്കാൻ, കല്ല് പിറക്കിക്കൂട്ടാൻ ഈ വേലക്കാർ അവനെ സഹായിക്കും. പക്ഷേ ബലിപീഠമുണ്ടാക്കിയതിന് ശേഷം ബലിയർപ്പിക്കാൻ മകൻ്റെ പിടിച്ച് ബലിപീഠത്തിന് മുകളിൽ കിടത്തുമ്പോൾ ദാസൻ തൻ്റെ തനി സ്വഭാവം കാണിക്കും. 100-ലധികം വയസ്സായ അബ്രാഹം, അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് ഈ വേലക്കാർ ചിന്തിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. അമ്മയോട് പോലും പറയാതെയാണ് മകനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മകനോട് പറഞ്ഞിട്ടില്ല. വേദനയോടെ ഈ രഹസ്യം ചങ്കിനകത്ത് ചേർത്ത് വെച്ച് തമ്പുരാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം മകനെ കൂട്ടിക്കൊണ്ട് മോറിയായുടെ മലമുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ബലിപീഠത്തിന് മുകളിൽ മകനെ കിടത്തി അവനെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ വേലക്കാർ അതിന് തടസ്സം നിൽക്കും. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നതിന് തടസ്സമാകാൻ ഇടയുള്ളതെല്ലാം മലയുടെ അടിവാരത്ത് നിർത്തണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് തടസ്സമാകാൻ സാധ്യതയുള്ളതിനെ നേരത്തെ കാണണം. എന്നിട്ട് അതിനെ മല അടിവാരത്ത് നിർത്തണം. പ്രിയപ്പെട്ടവരെ, മലയടിവാരത്ത് നിർത്തേണ്ടതിനെ നിർത്താതെ അവരെയും കൂട്ടിക്കൊണ്ട് മല കയറിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ അവർ തടസ്സമായി മാറും.
പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ ബലി ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായ വിധത്തിൽ അർപ്പിക്കാൻ പറ്റാതെ പോകുന്നത്? താഴ്വരയിൽ നിർത്തേണ്ടതിനെ താഴ്വരയിൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ താഴ്വരയിൽ നിർത്തണം. ചില വ്യക്തികളെ, ചില ആശയങ്ങളെ, ചില അഭിനിവേശങ്ങളെ, ചില താല്പര്യങ്ങളെ, അങ്ങനെ കുറേ കാര്യങ്ങൾ മലയുടെ അടിവാരത്ത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം അവൻ പറയാനുള്ള കാരണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് തടസ്സമാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നതൊക്കെ മലയടിവാരത്ത് നിർത്തിയിട്ട് വേണം മല കയറാൻ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞത്, ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്. ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്. അത് കൃത്യമായി മോശ അതേപോലെ തന്നെ ചെയ്തു. ഒരാളെ പോലും കൂട്ടാതെ അവൻ സീനായ് മലയുടെ മുകളിലേക്ക് കയറിപ്പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ തയ്യാറാകുന്നതിനിടയിൽ ഒരു കാര്യം കൂടെ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. മലമുകളിലേക്ക് കയറിപ്പോകുന്ന മോശ ഈ ആടുകളും മാടുകളുമൊക്കെ ഈ മലമുകളിലുണ്ട് എന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണ് അവനുണ്ടാവുക? ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്. ദൈവം വിളിക്കുന്നതിന് മുൻപ് മോശ ഒരു ഇടയനായിരുന്നു. അമ്മായിയപ്പനായ ജത്രോയുടെ ആടുമേയിച്ചുകൊണ്ട് 10-40 വർഷം അവൻ ജീവിച്ചവനാണ്. അപ്പോൾ ഇടയനായ മോശ ഏകാഗ്രതയോടെ ഈ മല കയറുമ്പോൾ ഏതെങ്കിലും ഒരു ആടിൻ്റെ കരച്ചിൽ കേട്ടാൽ ഇടയൻ്റെ ശ്രദ്ധ പതറും. അവനങ്ങനെ ഒരു പശ്ചാത്തലം കിടപ്പുണ്ട്. അവനൊരു ഇടയനാണ്. ഒരാടിൻ്റെ കരച്ചിൽ അത് കേട്ടാൽ അവന് മനസ്സിലാകും. ഏകാഗ്രതയോടെ മല കയറി പോകേണ്ടവന് ഒരാടിൻ്റെ കരച്ചിൽ കേട്ടാൽ ശ്രദ്ധ പതറാനും അങ്ങോട്ട് പോയി അതിനെ രക്ഷിക്കാനുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ യാത്രയിൽ ഒന്നും തടസ്സമായി നിൽക്കരുത് എന്ന് ദൈവത്തിന് ശാഠ്യമുള്ളത് കൊണ്ടാണ് ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്, മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത് എന്ന് പറയുന്നത്. അപ്പം നിൻ്റെ ആത്മീയ യാത്രയിൽ നിനക്ക് തടസ്സമായി ഒന്നും ഉണ്ടാകരുത് എന്നാണ് അർത്ഥം. ആത്മീയ യാത്രയെ, ആത്മീയ ജീവിതത്തെ കാരികപരവത്തോടെ എടുത്ത് ആ സഞ്ചാര വഴികളിൽ തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ളതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ മലയുടെ അടിവാരത്ത് ഇറക്കി വെച്ച് വളരെ കൃത്യമായി ഏകാഗ്രതയോടെ മല കയറണം. അതുകൊണ്ടാണ് വളരെ പ്രത്യേകമായി ഒരു വാക്ക് ഞാൻ നിങ്ങളുമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വഴിയിൽ നടക്കുന്നവരൊക്കെ വഴി കാട്ടികളാണ്, വഴിയിൽ നടക്കാത്തവരൊക്കെ വഴി മുടക്കികളാണ്. ഒന്ന് പറയാമോ നോക്കിക്കേ. വഴിയിൽ നടക്കുന്നവരൊക്കെ വഴി കാട്ടികളാണ്, വഴിയിൽ നടക്കാത്തതൊക്കെ വഴി മുടക്കിയാണ്. ചില വഴിമുടക്കികളുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഇതുണ്ട്. ചില വഴിമുടക്കികൾ ചെയ്യുകയില്ല, ചെയ്യിപ്പിക്കുകയില്ല എന്നൊക്കെ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതുകൊണ്ടാണ് വഴിയിൽ നടക്കുന്നവരൊക്കെ വഴികാട്ടിയാണ്. എൻ്റെ മുൻപേ കടന്നുപോയ ആത്മീയത വഴിയിൽ കടന്നുപോയവരെല്ലാം എനിക്ക് പ്രചോദനമാണ്. അവരൊക്കെ എനിക്ക് വഴികാട്ടികളാണ്. അത്തരം ചില കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ എത്തിയത്. ആത്മീയതയുടെ വഴി പറഞ്ഞു തരാൻ, ആത്മീയതയുടെ പൊരുൾ പറഞ്ഞു തരാൻ ചില വ്യക്തികളൊക്കെ, ആത്മീയ ആചാര്യന്മാരൊക്കെ അവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും വളർന്നത്. അതുകൊണ്ട് വഴികാട്ടികളാകുക എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. വഴികാട്ടിയായി മാറുക, മറ്റുള്ളവരെ ഈ ആത്മീയ യാത്രയിൽ വഴികാട്ടിയായി മാറുക. എന്നാൽ ഒരാളെ പോലും വഴി മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുകൂടെ, ഒരാളുടെ മുൻപിൽ പോലും നീ ഒരു വഴിമുടക്കിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുകൂടെ ഈ വാക്യത്തിന് അർത്ഥമുണ്ട്. വഴിയിൽ നടക്കാത്തവരൊക്കെ വഴിമുടക്കികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ശരിയായ
മാതൃക കൊടുക്കാത്തവരെല്ലാം വഴിമുടക്കികളാണ്. ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കാനും വേദപാഠം മുടക്കാനും ഒക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഞാനൊരു വഴി മുടക്കിയാണ്, വഴി കാട്ടിയല്ല. വഴികാട്ടികളും വഴിമുടക്കികളുമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വഴികാട്ടിയാണോ അതോ ഒരു വഴി മുടക്കിയാണോ എന്ന് തിരിച്ചറിയണം. ഇനി വഴിമുടക്കിക്ക് എന്താണ് പ്രതിഫലം? വഴിമുടക്കിയുടെ പ്രതിഫലം ചവിട്ടാണ്. പിന്നാലെ വരുന്നവനെല്ലാം വഴിമുടക്കിയായി നിൽക്കുന്നവനെ ചവിട്ടി കടന്നുപോകും. വഴിയിൽ നിൽക്കുന്നവനും വഴിയിൽ ഇരിക്കുന്നവനും വഴിയിൽ കിടക്കുന്നവനും വഴിമുടക്കികളാണ്. അവർക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നാലെ വരുന്ന തലമുറകളുടെ ചവിട്ടാണ് എന്നോർക്കണം. ചവിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയെങ്കിലും വഴിമുടക്കിയാകാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വളർന്നു വന്നെങ്കിലല്ലേ നമുക്ക് സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ നമ്മുടെ വാർദ്ധക്യം ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അവരെ ദൈവവിശ്വാസത്തിൽ വളർത്തണം, ദൈവസ്നേഹത്തിൽ വളർത്തണം. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കുക. അതുകൊണ്ടാണ് വഴി കാട്ടിയാകുക, വഴിമുടക്കിയാകാതിരിക്കുക. മോശ കർത്താവ് കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു. എന്നിട്ട് അവൻ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ്. ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലക മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് സീനായി മലയിലേക്ക് കയറിപ്പോയി. വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് സീനായി മലയുടെ മുകളിൽ വെച്ചാണ്. ഇനി 34-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവ് എന്ന നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, പണ്ട് ഹോറബ് മലയുടെ മുകളിൽ വെച്ച് ദൈവമായ കർത്താവിനോട്, യഹോവയോട് മോശ ചോദിച്ചു, നിന്റെ പേരെന്താണ്? നിന്റെ ദൂതുമായി ഞാൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ആരാണ് നിന്നെ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? നിന്റെ പേരെന്താണ്? അപ്പോൾ ദൈവം കൊടുക്കുന്ന ഉത്തരം ഞാൻ തന്നെ എന്നാണ്. ആയിരിക്കുന്നവൻ ഞാനാണ്, തന്നിൽ തന്നെ അസ്തിത്വമുള്ളവൻ ഞാനാണ്, താനാണ് സൃഷ്ടാവ്, സൃഷ്ടിയല്ലാത്തവനാണ് താൻ എന്നൊക്കെ അതിന് വ്യാഖ്യാനം. ഞാൻ തന്നെ. അതാണ് പിന്നീട് ദൈവമായ കർത്താവിൻ്റെ പേരായി അവർ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ്. അതാരാണ് എന്ന് വ്യക്തമല്ല. പിതാക്കന്മാരുടെ ദൈവം. പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 4-5 കാര്യങ്ങളുണ്ട്. 1, വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് പിതാക്കന്മാരുടെ ദൈവം. 2, സദാ കൂടെ നടക്കുന്നവനാണ് പിതാക്കന്മാരുടെ ദൈവം. 3, ഉണ്ണാനും ഉടുക്കാനും തരുന്നവനാണ് പിതാക്കന്മാരുടെ ദൈവം. സുരക്ഷിതമായി പിതൃഭവനത്തിൽ തിരിച്ചെത്തിക്കുന്നവനാണ് ദൈവം. അതാണ് 4-ാമത്തെ കാര്യം. ഒന്ന് പറയാമെന്ന് നോക്കുകയും, 1, വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് പിതാക്കന്മാരുടെ ദൈവം. നമ്മുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്. 2, സദാ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഉപേക്ഷിക്കില്ല ഒരിക്കലും. അവൻ കൂടെ ഉണ്ടാകും. അതാണ് നമ്മുടെ ബലം. അപ്പോൾ 1, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. 2, സദാ കൂടെ നടക്കുന്ന ദൈവം. 3, ഉണ്ണാനും ഉടുക്കാനും തരുന്ന ദൈവം. 4, സുരക്ഷിതമായി പിതൃഭവനത്തിൽ തിരിച്ചെത്തിക്കുന്ന ദൈവം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാക്കന്മാരുടെ ദൈവം എന്ന് അവർ വിളിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ എന്ന ഒരു വെളിപ്പെടുത്തൽ കിട്ടിയത് ഹോറബിൻ്റെ മലമുകളിൽ വെച്ചാണ്. പിന്നീട് അനുഭവത്തിൽ നിന്നവർക്ക് മനസ്സിലായി നമ്മുടെ ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ്. എന്നാൽ ആദ്യമായി ദൈവത്തിൻ്റെ നാമം ദൈവം തന്നെ കർത്താവ് എന്നാണ് എന്ന് പറയുന്നത്
പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായം 5 തിരുവചനത്തിലാണ്. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. പണ്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഹോറബ് മലയുടെ മുകളിൽ വെച്ചാണ് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചത്. അന്ന് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. ഇന്ന് അതേ മലയുടെ മുകളിൽ വെച്ചാണ് ദൈവമായ കർത്താവ് എൻ്റെ പേര് കർത്താവ് എന്നാണ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഹോറബ് മല സീനായ് മല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സീനായ് മലയും ഹോറബ് മലയും ഒന്ന് തന്നെയാണ്. ചോദിച്ച ചോദ്യം, അതിന് ഉത്തരങ്ങൾ കിട്ടുന്നത് പേര് മാറിയതിന് ശേഷമാണ്. കാലങ്ങളെടുത്തു എന്ന് സൂചന. അപ്പം അതുകൊണ്ട് അവിടെ വെച്ച് ദൈവം പറഞ്ഞു, കർത്താവ് എന്നാണ് എൻ്റെ പേര്. ഇനി വളരെ പ്രത്യേകമായി നമ്മുടെ ആരാധനക്രമത്തിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവേ എന്ന് ആരംഭിക്കുന്ന എത്രയോ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഇത് നമ്മൾ ദൈവത്തെ വിളിക്കുന്ന പേരാണ്, കർത്താവ്, ഞങ്ങളുടെ ദൈവമായ കർത്താവ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാ ശ്ലീഹ തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ പറയുന്ന വാക്ക് എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ്. എൻ്റെ കർത്താവേ. ഈ വാക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ വാക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വാക്കാണ്. കർത്താവ് എന്നതാണ് തൻ്റെ നാമം. ഇത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായത്തിൻ്റെ 5 വാക്യത്തിലാണ് നമ്മൾ കാണുക. ഇങ്ങനെ ദൈവത്തിൻ്റെ പേര് വെളിപ്പെട്ട് കിട്ടി. പേര് വെളിപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ വെളിപ്പെടുത്തി തരിക എന്നാണ്. ഇപ്പം നിങ്ങളിൽ ഒരാളുടെ പേര് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആ പേര് റെക്കോർഡിക്കലായിട്ടുള്ള പേര് മാത്രമല്ല, നിങ്ങൾ ആരാണ് എന്നതിൻ്റെ അർത്ഥമാണ് ആ ഒരു പേര് വിളിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുക, മനസ്സിൽ കൊണ്ടുവരിക. അപ്പം അതുകൊണ്ട് കർത്താവ് എന്നാണ് തൻ്റെ നാമം. ഇനി വളരെ പ്രത്യേകമായി കർത്താവ് ആരാണെന്ന് മോശയോട് സീനായ് മലയുടെ മുകളിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് വാക്ക്? കർത്താവ് ഇറങ്ങി വന്ന് അവരോട് പറയുകയാണ്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അപ്പോൾ കർത്താവ് ആരാണ്? കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ്. ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. ഈ വെളിപ്പെടുത്തലുകൾ കിട്ടണമെങ്കിൽ സീനായ് മലയുടെ മുകളിൽ തിരുനടയിൽ നീ കാത്തിരിക്കണം. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ, പഴയ നിയമത്തിൽ വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 25 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ കാത്തിരിക്കുമ്പോൾ ദൈവം നല്ലവനാണ് എന്ന് നമുക്ക് മനസ്സിലാകും, നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അങ്ങനെയാണ് കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം എന്ന് നമുക്ക് മനസ്സിലാവുക. ദൈവമായ കർത്താവ് തൻ്റെ സാന്നിധ്യത്തെ അവതരിപ്പിക്കുന്നത് മേഘത്തിൽ ഇറങ്ങി വന്നുകൊണ്ടാണ് എന്നത് ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ നാമം അവന് വെളിപ്പെടുത്തി. മേഘത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. ആ മേഘത്തിൽ നിന്ന്, മേഘം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി നമ്മൾ മനസ്സിലാക്കുന്നു പഴയ നിയമത്തിൽ. അതുകൊണ്ട് ഇങ്ങനെ ദൈവം ഇറങ്ങി വരികയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24 അധ്യായം 12 വാക്യത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം, നീ അത് ജനത്തെ പഠിപ്പിക്കണം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24 അധ്യായം 15-16 വാക്യങ്ങളിൽ മോശ മലമുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം വന്ന് ആ മലയെ ആവരണം ചെയ്തു. അതുവരെ ഇല്ലാത്ത ഒരു മേഘം മോശ മലമുകളിലെത്തുമ്പോൾ ഒരു മേഘം വന്ന് അതിനെ ആവരണം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം
വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ആ മേഘം 7 ദിവസം സീനായി മലയുടെ മുകളിൽ മോശയായിരുന്ന 7 ദിവസം അതുണ്ടായിരുന്നു എന്നുകൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം 15-16 തിരുവചനങ്ങളാണ് ഞാൻ വായിച്ചത്. മോശയെ വിളിക്കുന്നത് ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ്. അവനെ വിളിച്ചു. മലമുകളിൽ മേഘത്തിൻ്റെ തണലിൽ ദൈവം ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 40-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ, അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. സീനായി മലയെ ആവരണം ചെയ്തിരുന്ന അതേ മേഘം പിന്നീട് കാലാന്തരത്തിൽ ഈ ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ നടുവിൽ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി സ്ഥാപിച്ച സമാഗമ കൂടാരത്തെ ഇതേ മേഘം വന്ന് പൊതിയുന്നു. മനുഷ്യൻ കടന്നു പോകുന്ന വഴികളിൽ കൂടെ നടക്കുന്ന ദൈവമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് സമാഗമ കൂടാരത്തെ ഈ മേഘം ആവരണം ചെയ്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഈ മേഘം ഒരിടത്ത് നിശ്ചലമായി നിന്നാൽ ഇസ്രായേൽക്കാർ യാത്ര അവിടെ നിർത്തും. ഈ മേഘം ചലിക്കാൻ തുടങ്ങുമ്പോൾ അവർ യാത്ര തുടരുകയും ചെയ്യും. ഇങ്ങനെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പിന്നീട് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ, സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ മേഘവും അഗ്നിയും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി പിന്നീട് മാറുകയാണ്. ഇനി വളരെ പ്രധാനമായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ സോളമൻ രാജാവ് ജെറുസലേമിൽ ദേവാലയം പണിതു. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന നിർണായകമായ സമയം രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 10-11 വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുക. കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ആ ആലയത്തിൻ്റെ നേരെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ പോലും കേൾക്കണമേ എന്ന് പറയുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയോടെയാണ് ദേവാലയ പ്രതിഷ്ഠ സോളമൻ രാജാവ് നിർവഹിക്കുക. അതിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ, പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. ഇതേ സംഭവം പഴയ നിയമത്തിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 34-35 വചനങ്ങളിൽ താബോറിൻ്റെ മലമുകളിലെ രൂപാന്തരീകരണ വേളയിൽ ഇതേ മേഘത്തെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 34-35 വചനങ്ങളിൽ ഞാനൊന്ന് വായിക്കുകയാണ്. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ അവർ ഭയപ്പെട്ടു. ആ മേഘത്തിൽ നിന്നാണ് കർത്താവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കുവനെന്ന് 3 അപ്പസ്തോലന്മാരോട് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യാനുഭവം അത് വളരെ പ്രകടമായ വിധത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഈ സാന്നിധ്യാനുഭവത്തിലേക്ക് മോശ കടന്നു ചെന്നപ്പോഴാണ് കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ,
തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറകളോളം ശിക്ഷിക്കുന്നു എന്ന് പറയുന്ന വെളിപാടുകളുടെ ഒരു പരമ്പരയാണ് സീനായി മലയുടെ മുകളിൽ കാത്തു നിൽക്കുന്ന മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഇപ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യാനുഭവത്തിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഓരോ ആരാധനയിലും ഓരോ പ്രാർത്ഥനയിലും ദൈവത്തെ കുറേ കൂടെ മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തരികയാണ്. അതിലവസാനമായി കർത്താവ് കാരുണ്യവാനാണ്, അതേപോലെ തന്നെ കർത്താവ് നീതിമാനുമാണ്. കാരുണ്യത്തിൻ്റെ കവാടവും നീതിയുടെ കവാടവുമുണ്ട്. കരുണാസമ്പന്നനാണ് ദൈവം, അതോടൊപ്പം തന്നെ ദൈവം നീതിമാനുമാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ ഇതേ മലമുകളിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നു. അത് നമ്മൾ അടുത്ത പ്രാവശ്യം കൂടുതൽ ആഴങ്ങളിൽ പഠിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലകകൾ ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകയിലുണ്ടായിരുന്ന അതേ വാക്കുകൾ തന്നെ ഞാൻ എഴുതാം. ആരും നിന്നോട് ഒരുമിച്ച് കയറി വരരുത്. മലയുടെ അടുത്തെങ്ങ് മാടുകളോ മേയരുത്. പ്രഭാതത്തിൽ തന്നെ ചെത്തിമിനുക്കിയ കല്ലുമായി മോശ മലമുകളിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നവൻ, പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറകളോളം ശിക്ഷിക്കുകയും ചെയ്യുന്ന നീതിമാനുമായ ദൈവം. കർത്താവേ, അങ്ങയെ കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. അങ്ങയെ അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിഞ്ഞ് ആരാധിക്കുവാൻ, അറിഞ്ഞ് സ്നേഹിക്കുവാൻ, അറിഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പരമപരിശുദ്ധനായ ദൈവത്തോട് നമുക്ക് ഈ ആരാധനയുടെ വേളയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.